അവർക്കും നമസ്കാരം. എൻ്റെ പേര് പാർത്ഥിവ്. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. TKD സ്മാരക പൊതുജന വായനശാലയുടെ വായനാ വാരാചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന പുസ്തക പൂമഴയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടുകാരനായ ഉണ്ണി കരിമ്പുഴയുടെ മരുപ്പച്ച എന്ന പുസ്തകമാണ്. കഥ പറയുന്നതും കഥ കേൾക്കുന്നതും ആസ്വാദകരം തന്നെ. എന്നാൽ ചുറ്റുപാടുകളിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ ഹൃദയത്തിൽ തട്ടിയ നൊമ്പരങ്ങളായി മാറുകയും പിന്നീട് അവ കഥകളായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ വായനക്കാർക്ക് വേദന മാത്രമാണ് സമ്മാനിക്കുക എന്ന് ഇതിലെ ഓരോ കഥകളിലൂടെയും കഥാകൃത്ത് നമ്മോട് പറയുന്നുണ്ട്. മനസ്സിൽ നൊമ്പരമുണർത്തുന്ന 19 കഥകളാണ് ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ പകർന്നുകൊണ്ട് ഈ പുസ്തക താളുകളിൽ കാണാനാകുക. ഉദയ കാറ്ററിംഗ്, വാക്ക് പാലിച്ചവൾ, മരുപ്പച്ച, അഭയാർത്ഥികൾ, ഭരണിക്കകത്തെ ഗൗളി, ചാക്കോച്ചന്റെ കാലണ്ടർ, ഗാന്ധാരി, വിലാപം, കോട്ട എന്നിങ്ങനെ ഓരോ കഥകളും കഥാകാരൻ തന്റെ ചുറ്റുപാടിൽ നിന്ന് കണ്ടെത്തിയ ഒരു പിടി കഥാപാത്രങ്ങൾ നമുക്ക് മുൻപിൽ എത്തിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് നമ്മെ ഓരോരുത്തരെയും വീടിനുള്ളിൽ പിടിച്ചിരുത്തിയ കഞ്ഞിയും ചക്കപ്പുഴുക്കും കൊതിയോടെ കഴിക്കാൻ പഠിപ്പിച്ച കൊറോണയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കൊറോണക്കാലത്തിന്റെ നേർക്കാഴ്ച ഉദയ കാറ്ററിംഗ് എന്ന കഥയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സമ്പത്തിലൂടെ ഉയർന്ന നിന്ന് ഉദയ കാറ്ററിംഗ് ഒരു ദിവസം പെട്ടെന്ന് അടച്ചുപൂട്ടേണ്ടി വന്നു. ഉദയൻ എന്ന മുതലാളിയുടെ ജീവിതമാണിതിൽ. ഉദയ കാറ്ററിംഗ്. ഒരിക്കലെങ്കിലും ഉദയ കാറ്ററിംഗിന്റെ ഭക്ഷണം കഴിക്കാത്തവരായി ആ നാട്ടിൽ ആരും തന്നെയുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് കൊറോണയും ലോക്ക്ഡൗണും കടന്നു വന്നത്. ഉദയ കാറ്ററിംഗിനെയും തകർത്തു. ഓർഡറുകളെല്ലാം ക്യാൻസലായി. വാങ്ങിവെച്ച പച്ചക്കറികളെ ഒക്കെ കേടുവന്നു പോയി. നാളുകൾ കടന്നു. പണം കൊടുക്കാനില്ലാത്തതിനാൽ സാധനങ്ങൾ കിട്ടാതായി. കുടുംബം പട്ടിണിയിലായി. ഒരിക്കൽ ഉദയന്റെ പണിക്കാരൻ വാസൂട്ടൻ വിശപ്പു സഹിക്കാനാകാതെ ഉണ്ടാക്കുന്ന ലഡുവിൽ ഒരു ലഡു എടുത്തു കഴിച്ചു. ജോലിക്കാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് ഉദയൻ വളരെ ശകാരിച്ചു. വാസൂട്ടൻ പിന്നീട് മറ്റൊരു കടയിൽ പണിക്ക് നിൽക്കുകയാണ്. പട്ടിണിയിലായ ഉദയൻ ആ കടയിലെ മുതലാളിയെ കാണാൻ പോകുന്നു. ആളില്ലാത്തതിനാൽ വാസൂട്ടൻ മാത്രമുള്ള കടയിൽ നിന്ന് വാസൂട്ടൻ പിറകിലേക്ക് തിരിഞ്ഞ തക്കത്തിന് ഭരണിയിൽ നിന്ന് ഒരു ലഡു ഉദയൻ കൊതിയോടെ വായിലേക്കിടുന്നു. ഇതു കണ്ട വാസൂട്ടൻ ഒന്നും അറിയാത്ത മട്ടിൽ തിരിഞ്ഞു നടക്കുന്നു. കൊറോണ ഒരു മഹാമാരി മനുഷ്യനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിലൊരാളായി ഉദയൻ. മരുപ്പച്ചയിലെ ഓരോ കഥകളും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. വായിക്കാത്തവർ തീർച്ചയായും വായിക്കണേ. എന്തായാലും വായിക്കണം. നന്ദി, നമസ്കാരം.